ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ്. അപ്പം എല്ലാവരും തകർത്ത് പഠിക്കുമായിരിക്കും. പ്ലസ് ടുവിൽ എല്ലാവരും അറിയാമല്ലോ, തകർത്ത് പഠിച്ചേ പറ്റും നമുക്ക്. അപ്പം എല്ലാവരും എക്സാമിൻ്റെ ആ ഒരു കാര്യങ്ങളോട്ടൊക്കെ വരികയാണ്. എന്നാൽ ക്രിസ്മസും ആണ്, അടിച്ചു പൊളിക്കുകയൊക്കെ വേണം. ന്യൂ ഇയർ വരുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ടുക്കാർക്ക് ഫുൾ എക്സാം ആണല്ലേ. മോഡൽ എക്സാം, ലാബ്, കുന്തം, കുറച്ചൊക്കെ വരാൻ പോവാണ്. പ്ലസ് ടു ലൈഫ് തീരാൻ പോവാണ്. ടൂറും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും. എന്നാൽ ടൂറൊക്കെ കഴിഞ്ഞ് വരുന്ന ഉടനെ നമുക്ക് ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. അപ്പം ഇതേവരെ നിങ്ങളൊന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇതേവരെ ഈ സെക്കൻഡ് വരെ നിങ്ങളൊന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 100% ഫുൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, 90% മുകളിൽ 100% വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒന്നും പഠിക്കാത്ത ആൾക്കാർ പോലും ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാർഡ് ആയിട്ടുള്ള 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ആ ഓരോ ക്വസ്റ്റ്യനിലും ആ 40 എണ്ണത്തിൽ ഞാൻ വീണ്ടും ഡബിൾ സ്റ്റാർ ചെയ്യുന്നതാണ്. ആ ഡബിൾ സ്റ്റാർ ചെയ്യുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് 101% ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഈ 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് ആ എക്സാം, അതായത് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട. ജസ്റ്റ് വീഡിയോ കാണുക, പഠിക്കുക, എക്സാമിന് സുഖമായിട്ട് അടിച്ച് പൊളിച്ച് പോയി എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അതിനുശേഷം മെയിൻ എക്സാം എഴുതുന്നുണ്ട്. മെയിൻ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ. ആദ്യം ഞാൻ 25 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. എഴുതാൻ വയ്യാത്തതുകൊണ്ട് 25 ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ട്. അത് ബാക്കിയുള്ള 15 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഹാലോ ആൽക്കീൻസ്, ഹാലോ അറീൻസ്, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. ഇങ്ങനെ 3 ഓർഗാനിക്കും ഒരു ഇനോർഗാനിക്കിൻ്റെ ഒരു ചാപ്റ്റർ, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സുമാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് മെറ്റൽ ആരാണ്, ലിഗാൻഡ് ആരാണ്, ലിഗാൻഡിൻ്റെ എണ്ണം, കോർഡിനേഷൻ നമ്പർ എത്ര, പ്രൈമറി വാലൻസ് എത്ര, സെക്കൻഡറി വാലൻസ് എത്ര, കോംപ്ലക്സ് അയോൺ ആരാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. അത് ഡെഫിനറ്റ്ലി ഒരു സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർഡ് ഡെഫിനറ്റ്ലി എക്സാമിന് ഒരുപാട് വട്ടം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തരും. മെറ്റൽ ആര്, അരമാർക്ക്, ലിഗാൻഡ് ആര്, അരമാർക്ക്, കോർഡിനേഷൻ നമ്പർ എത്ര, അരമാർക്ക്, പ്രൈമറി വാലൻസ് എത്ര, 1 മാർക്ക്, സെക്കൻഡറി വാലൻസ് എത്ര, 1 മാർക്ക്, അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ്, മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം പോയി. ലിഗാൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം, മെറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം, കോംപ്ലക്സ് അയോൺ എങ്ങനെ കണ്ടുപിടിക്കാം, പ്രൈമറി വാലൻസി എന്ത്, സെക്കൻഡറി വാലൻസി എന്ത്, ദെൻ ലിഗാൻഡിൻ്റെ എണ്ണം എത്ര. ഓക്കെ, then അടുത്തത് നെയിമിംഗ് ഓഫ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഞാൻ ഒരിക്കലും 1 സ്റ്റാർ കൊടുക്കില്ല, 2 സ്റ്റാർ കൊടുക്കും. നെയിമിംഗ് ഓഫ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എങ്ങനെ നെയിം ചെയ്യാം? അപ്പം നെയിം ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നെയിം ചെയ്യാൻ കുറേ റൂളുണ്ട്. റൂളിൻ്റെ ബേസിലാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ലിഗാൻഡിനെ ആദ്യം എഴുതണം, ലിഗാൻഡിൻ്റെ എണ്ണം സഹിതം ലിഗാൻഡിനെ ആദ്യം എഴുതണം. അതിനുശേഷം മെറ്റൽ എഴുതണം. ആ മെറ്റലിൽ തന്നെ മൈനസ് ചാർജ് വരുന്ന, കോർഡിനേഷൻ കോമ്പൗണ്ടിന് മൈനസ് ചാർജ് വരുന്ന മെറ്റലാണെങ്കിൽ അവസാനം ATE തൊട്ട് എൻഡ് ചെയ്യണം. അതിനുശേഷം റോമൻ ലെറ്ററിനകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെറ്റലിൻ്റെ ബ്രാക്കറ്റിനകത്ത് എഴുതണം. അതിനുശേഷം പുറത്ത് കിടക്കുന്ന ആളെ എഴുതണം, അല്ലേ? അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 2 രീതിയിലാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഡബിൾ സ്റ്റാർ ആണ്. ഒരു നെയിമിംഗ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കേണ്ട. നെയിമിംഗ് എന്തായാലും കാണും, മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അതിനുശേഷം ചീലേറ്റ്, ആംബിഡെന്റൽ ലിഗാൻഡ്, EDTA. ചീലേറ്റ് എന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. ചീലേറ്റ് എങ്ങനെയാണ്, ആംബിഡെന്റൽ ലിഗാൻഡ് എന്താണ്, EDTA എന്താണ്, മസ്റ്റായിട്ട് നോക്കണം. 100% ഷുവറാണ് ഇതിലേതെങ്കിലും ഒന്ന്, ചീലേറ്റോ ആംബിഡെന്റേറ്റോ EDTA. അപ്പോൾ ചീലേറ്റ് എന്താ, സൈക്കിൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ആംബിഡെന്റേറ്റ് എന്താണ്, EDTA എന്താണ്. ആംബിഡെന്റേറ്റ് എന്ന് അറിയാമല്ലോ, 2 ഡോണർ ആറ്റം, പക്ഷേ ഒരു സമയം ഒരാൾക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റൂ. EDTA എന്ന് പറയുമ്പോഴത്തേക്ക് എത്തിലീൻ ഡയമൻ. നമ്മൾ റീൽസ് ഒക്കെ കണ്ടില്ലേ, ഒരു പെണ്ണിരുന്നിട്ടോ ഇത് ഒത്ര നേരം വായിച്ചിട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ്. EDTA എത്തിലീൻ ഡയമൻ ടെട്രാ അസറ്റിക് ആസിഡ്. EDTA ഹെക്സാഡെന്റേറ്റ് ലിഗാൻഡാണ്. 6 ഡോണർ ആറ്റംസ് ഉണ്ട്, 4 എണ്ണം ഓക്സിജനും 2 എണ്ണം നൈട്രജനുമാണ്. പിന്നെ അതിനുശേഷം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. സ്റ്റാർഡ് ആണ്, ഡബിൾ സ്റ്റാർ ആണ്, 2 സ്പ്ലിറ്റിംഗ് ഉണ്ട്, ടെട്രാഹീഡ്രൽ, ഒക്ടാഹീഡ്രൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. T2GEG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ലേ, ആ സാധനം. ദെൻ ഡബിൾ സ്റ്റാർ ആണ്, അതായത് ബാലൻസ് ബോണ്ട് തീരയുടെ ബേസിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും ഒക്കെ കണ്ടുപിടിക്കാൻ പറയും. ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും, എക്സാമിന് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് നോക്കിയിട്ടേ പോകാവൂ. ഓക്കെ, അതിനുശേഷം ജോമെട്രിക്കൽ ഐസോമർസ്. 4 ജോമെട്രിക്കൽ ഐസോമർസും ഉണ്ട്. ലിങ്കേജ്, അല്ലേ, ലിങ്കേജ്, അയണൈസേഷൻ,
ദെൻ കോർഡിനേഷൻ, ദെൻ സോൾവേറ്റ്. ഇങ്ങനെ 4 ജോമെട്രിക്കൽ ഐസോമർസും ഉണ്ട്. 4ഉം എന്താണ്, എപ്പോഴാണ് ഇത് നമ്മൾ സോൾവേറ്റ് ആണെന്ന് പറയുന്നത്, എപ്പോഴാണ് നമ്മൾ ഇതിനെ ലിങ്കേജ് എന്ന് പറയുന്നത്, എപ്പോഴാണ് നമ്മൾ ഇതിനെ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് തന്നെയാണ് സോൾവേറ്റ് കേട്ടോ, എപ്പോഴാണ് നമ്മളിതിനെ കോർഡിനേഷൻ എന്ന് പറയുന്നത് നോക്കി വെച്ചിട്ട് പോവാ, കാണാതെ പഠിക്കരുത്, മറന്നുപോകും. ഓക്കെ, അതും സ്റ്റാർഡാണ്, സിംഗിൾ സ്റ്റാറേ ഉള്ളൂ ഞാൻ. ദെൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ ഐഡന്റിഫിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ. ഇനി ചിലപ്പോൾ പ്രൈമറി വാലൻസി മാത്രമായിട്ട് നമ്മളടുത്ത് ചോദിക്കും, ചിലപ്പോൾ സെക്കൻഡറി വാലൻസി മാത്രമായിട്ട് ചോദിക്കും. എന്തായാലും സ്റ്റാർഡ്. അടുത്തത് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി അല്ലെങ്കിൽ വാലൻസ് ബോണ്ട് തിയറി പോസ്റ്റുലേറ്റ്സ്. സ്റ്റാർഡാണ്. അതായത് ഒന്നില്ലെങ്കിൽ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ചോദിക്കും 2 മാർക്കിന്, അല്ലെങ്കിൽ വി ബി തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ചോദിക്കും 2 മാർക്കിന്. 2 മാർക്കിന് വി ബി തിയറി, 1 മാർക്കിന് വി ബി തിയറി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വെർണേഴ്സ് എപ്പോഴും 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് സിസ് ട്രാൻസ് ഐസോമർ ഓഫ് PT-NH3 twice Cl. അത് ഞാൻ 2 വട്ടമേ ഇതേ വരെ 2008 തൊട്ട് 2023 വരെയുള്ള കേസിൽ 2 വട്ടം മാത്രമേ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റാർ പോലും ചെയ്യുന്നില്ല. പക്ഷെ ഇത് നോക്കിയിട്ട് പോകണം എങ്ങനെയാണ് ഇതിൻ്റെ സിസും ട്രാൻസും. ഒരാളെ തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം പുതിയൊരു കോമ്പൗണ്ട് തന്നിട്ട് സിസും ട്രാൻസും വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഡെഫിനറ്റ് ആയിട്ടും വേണം, സ്റ്റാർഡാണ്. ഇത് ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ അത് ഉറപ്പായിട്ടും വേണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ മൂവിങ് ടു ആദ്യത്തെ 10 സെക്ഷൻ കഴിഞ്ഞു. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനകത്ത് ഡബിൾ സ്റ്റാർ വീണ 3 ടോപ്പിക് ഉണ്ട്. ഒന്നാമത്തെ ടോപ്പിക്ക് നെയിമിംഗ് ആണ്, രണ്ടാമത്തെ ടോപ്പിക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്, മൂന്നാമത്തെ ടോപ്പിക്ക് ബാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് ഷേപ്പും ഹൈബ്രിഡൈസേഷനും മാഗ്നറ്റിക് മൂവ്മെന്റും കണ്ടുപിടിക്കാനാണ്. ബാക്കിയെല്ലാം സിംഗിൾ സ്റ്റാർഡാണ്. സ്റ്റാർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കാരണം അത് സ്റ്റാർ ഇടാതിരിക്കാൻ റീസൺ ചോദിക്കും അത്, പക്ഷെ സ്റ്റാർ ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ല അത്. ജസ്റ്റ് സിസും ട്രാൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു വെച്ചേക്കും. അത് കഴിഞ്ഞ് മൂവിങ് ടു ഓർഗാനിക്. പിന്നുള്ള 3 ചാപ്റ്റർ ഓർഗാനിക് ആണ്. അതിൽ ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് നമ്മളുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് കാർബണൈൽ ഗ്രൂപ്പ്. ഒരു കാർബണൈൽ ഗ്രൂപ്പിലോട്ട്, കാരണം ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ് കാർബണൈൽ ഗ്രൂപ്പാണ്. ആ കാർബണൈൽ ഗ്രൂപ്പിലോട്ട് ഒരു ന്യൂക്ലിയോഫൈൽ എങ്ങനെയാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഡയഗ്രാം സഹിതം വരച്ചെഴുതിയാൽ മാത്രമേ അവർ മാർക്ക് തരത്തുള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാനുഫാക്ചർ ഓഫ് ഫോമിക് ആസിഡ് ഫ്രം CO. 2 മാനുഫാക്ചർ ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ നിന്ന്. ഒന്നാമത്തെ മാനുഫാക്ചർ ആണ്, ഇത് മസ്റ്റ് ആണ്. ഒന്നാമത്തെ മാനുഫാക്ചർ ആണ് നമ്മളുടെ ഫോർമിക് ആസിഡ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു, കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്നത്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മാനുഫാക്ചറും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഡബിൾ സ്റ്റാർ ആണ്, കാരണം നമുക്ക് കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ടൊളൻസും ഉണ്ട്, ഫെഹിലിങ്സും ഉണ്ട്. ആ 2 ടെസ്റ്റും പഠിച്ചു വെച്ചേക്കുക. അതുകൂടാതെ ഹാലോഫോം ടെസ്റ്റും ഉണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ ഷിഫ്റ്റ് ടെസ്റ്റും ഉണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ആൽഡിഹൈഡിനെ കീറ്റോൺ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് നോക്കി വെച്ചേക്കാം. ടെസ്റ്റിലെ റിയേജന്റ് എന്താണ്, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കി വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞ് കാർബോക്സിലിക് ആസിഡ്സ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസ്. ഇത് സ്ഥിരം ഓടുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിന് ഞാൻ ഡബിൾ സ്റ്റാർ കൊടുക്കുകയാണ്. കാർബോക്സിലിക് ആസിഡ് എന്തുകൊണ്ട് ആൽക്കഹോളിനെ കാട്ടി മോർ അസിഡിക്കായി? കാരണം കാർബോക്സിലിക് ആസിഡിൽ റെസൊണൻസ് ഉണ്ട്, ആൽക്കഹോളിൽ റെസൊണൻസ് ഇല്ല. അതാണ് അസിഡിറ്റിക്ക് കാരണം. സ്ഥിരം ഓടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അത് കഴിഞ്ഞ് 15ാമത്തെ ക്വസ്റ്റ്യൻ ഡബിൾ സ്റ്റാർ ആണ്, കാരണം ഇത് 2 റിയാക്ഷൻ ആണ്. ഇത് കന്നിസാരോ റിയാക്ഷനും ഇത് ആൽഡോൾ കണ്ടൻസേഷനുമാണ്. ഇനി ഇത് എങ്ങനെ കന്നിസാരോ ആയി, എങ്ങനെ ആൽഡോൾ ആയി എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളത് പഠിച്ചേ പറ്റൂ. എപ്പോഴാണ് നമുക്ക് റിയാക്ഷൻ എന്നാൽ അതിനെ കന്നിസാരോ എന്നും എപ്പോഴാണ് ആൽഡോൾ എന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കന്നിസാര എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് കന്നിസാരയിലെ ആൽഡോളിൽ നമ്മൾ എടുക്കുന്നത് ആൽഡിഹൈഡുകളെയാണ്. പക്ഷെ അത് കന്നിസാര ആകണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ബേസ്, ഇത് ബേസ് ആണ്. ബേസ് കോൺസെൻട്രേറ്റഡും, ആൽഡോളിലാണെങ്കിൽ അത് ഡയലൂട്ടും ആയിരിക്കും. പിന്നെ കന്നിസാരോയിൽ എന്തുണ്ടാകാൻ പാടില്ല, ആൽഫ ഹൈഡ്രജൻ വേണ്ട. ആൽഡോളിൽ ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബൺ ഇല്ല, അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് കാർബൺ ഉണ്ട്, അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഡോൾ കണ്ടൻസ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എഴുതണം. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കന്നിസാരോയും ആൽഡോളും. 16ാമത്തെ ക്വസ്റ്റ്യൻ, ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ്സിന് കീറ്റോൺസിനെക്കാട്ടി റിയാക്ടിവിറ്റി കൂടുതലാണ്, കാരണം ആൽഡിഹൈഡ്സിന് ബൾക്കിനെസ് കുറവാണ്, കീറ്റോൺസിന് ബൾക്കിനെസ് കൂടുതലാണ്. വരച്ചെഴുതിയാലേ അവർ മാർക്ക് എടുത്തോളൂ. ഓക്കെ, ഡബിൾ സ്റ്റാർ ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ഗ്രേറ്റർ ദാൻ ആൽഡിഹൈഡ്, സ്റ്റാർഡ് ആണ്. ആൽക്കഹോളിനെക്കാട്ടിയും ബോയിലിംഗ് പോയിന്റ്, ആൽക്കഹോളിന് ആൽഡിഹൈഡിനെക്കാട്ടിയും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്.
ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെയാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് റീസൺ, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതിനടുത്തത് കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു കാർബോക്സിലിക് ആസിഡ്. ഇത് അടുത്ത കൺവേർഷനാണ്. ഒരു കൺവേർഷൻ നമ്മളോട് ഓൾറെഡി എഴുതിയായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് 2 റിയാക്ഷൻസ്. ഒന്ന് ബെൻസീറിങ്ങിന് മുകളിലുള്ള ആളെ COH ആക്കി മാറ്റുന്നു. ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് സ്റ്റാർഡ് ആണ്, സിംഗിൾ സ്റ്റാറേ ഉള്ളൂ. ഇതും സ്റ്റാർഡ് ആണ്. നോക്കി വെച്ചേക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ നിന്ന് വരുന്നത്. ഈ 20 ക്വസ്റ്റ്യനകത്ത് ഈ ക്വസ്റ്റ്യൻ കെമിക്കൽ ടെസ്റ്റ്, ഈ ക്വസ്റ്റ്യൻ കാർബോക്സിലിക് ആസിഡ്സ് ആർ മോർ അസിഡിക്, ദെൻ ഇത് കനേസാരയും ആൾഡോളും, ദെൻ ഇത് ആൽഡിഹൈഡ്സ് എന്തുകൊണ്ട് കീറ്റോൺസിനെ കാട്ടി മോർ റിയാക്റ്റീവായി, ദെൻ ഇത് കേട്ടോ ബോയിലിംഗ് പോയിന്റിൻ്റെ കേസ്. ഇത്രയുമാണ് നമുക്ക് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, നോക്കി മനസ്സിലാക്കിയിട്ട് പോകും. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസും ആണ് എടുത്തേക്കുന്നത്. എൻ്റെ 5 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ബാക്കി 5 ക്വസ്റ്റ്യനും അടുത്തത് ആൽക്കഹോളിൻ്റെ 10 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് അടുത്ത സെക്ഷനായിട്ട് എഴുതിയിടാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് ആൽക്കഹോളിക് KOH ആണ് റിയേജൻറ്റ്. അപ്പോൾ ആൽക്കഹോളിക് KOH എടുക്കുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളത് നോക്കണം. ആൽക്കഹോളിക് KOH മാത്രമല്ല, ഇതേ കണക്കിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്, അക്വസ് KOH. അപ്പോൾ 2 പേര് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എഴുതണം. ഓക്കെ, അതിനുശേഷം സോഡിയം ഡ്രൈതർ. ഏത് റിയേജൻ്റ് ആണെന്ന് അറിയാലോ, വുഡ്സ് റിയാക്ഷൻ. എന്ത് നടക്കുന്നു നോക്കുക. ഈ സോഡിയം ഡ്രൈതർ കൂടാതെ MG ഡ്രൈതർ ഉണ്ട്. പിന്നെ സോഡിയം ഡ്രൈതർ തന്നെ ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്, വുഡ്സ് ഫിറ്റിക് ഉണ്ട്. ഇത് വുഡ്സ് റിയാക്ഷനാണ്. അപ്പോൾ ആ റിയാക്ഷൻസ് എല്ലാം നോക്കി വെച്ചേക്കണം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 ഒരു 4-5 പോയിന്റെങ്കിലും മിനിമം എഴുതണം, എങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് തരുത്തുള്ളൂ. SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അതിനുശേഷം സൈഡ്സ് ഓഫ് റൂൾ എക്സാമ്പിളും മസ്റ്റാണ്. ഇത് ഡബിൾ സ്റ്റാർ ആണ്, ട്രിപ്പിൾ സ്റ്റാർ ഇടും. കാരണം ആൽക്കഹോളിക് KOH സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ സോഡിയം ഡ്രൈതറും സ്ഥിരം ചോദിക്കുന്നതാണ്. SN1 SN2 ഡിഫറൻസും സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ സൈഡ്സ് ഓഫ് റൂൾ ഇതെല്ലാം ഡബിൾ സ്റ്റാർ ആണ്. പിന്നെ ക്ലോറോഫോം ഈസ് നോട്ട് കെപ്റ്റ് ഇൻ ലൈറ്റ്. ക്ലോറോഫോമിനെ നമ്മൾ ലൈറ്റുള്ള ബോട്ടിൽസിൽ വെക്കാറില്ല. നിങ്ങൾ പടത്തിലൊക്കെ കണ്ടാണ് ക്ലോറോഫോമിന് ഡാർക്ക് കളർ ബോട്ടിൽ കൊണ്ടുപോകത്തുള്ളൂ. അതിന് കാരണമെന്ന് പറയുന്നത് ക്ലോറോഫോം ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. റിയാക്ട് ചെയ്താൽ പോയിസണസ് ഗ്യാസ് ആയിട്ട് മാറും. സ്റ്റാർഡാണ്, ഡബിൾ സ്റ്റാർ ഒന്നുമില്ല, സ്റ്റാർഡാണ്. സോ നമ്മുടെ ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും 4 ക്വസ്റ്റ്യൻസ് ആണ് 10 ഓൾറെഡി സ്റ്റാർഡ് ആയേക്കുന്നത്. ഇനി 5 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. അതുകൂടാതെ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ 10 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നോക്കാം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടെ. സോ നമ്മൾ ബാക്കിയുള്ള 15 ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. 26ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അരൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡബിൾ സ്റ്റാർ ആണ്. സ്ഥിരം നമുക്ക് ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് അരൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് ലെസ് റിയാക്റ്റീവ്? 4 റീസൺസ് ഉണ്ട്. ആ 4 റീസൺസ് കൊണ്ടാണ് ഇവർ ലെസ് റിയാക്റ്റീവ് ആവുന്നത്. ഒന്ന് sp2 ക്യാരക്ടറാണ് കാർബൺ, 2 CX ബോണ്ട് ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്, 3 റെഫറൻസ് പോസിബിലിറ്റി ഉണ്ട്, 4 റിപ്പൾഷൻ ഉണ്ട്. ഇതിനടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ക്ലോറോബെൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2 ഉണ്ട്. സിംഗിൾ സ്റ്റാർ ആണ്, എന്നാലും പഠിച്ചു വെച്ചേക്കണം. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്താണ്? ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് ചാർജ്. ദെൻ അതേ കണക്ക് തന്നെ ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽസിന് എക്സാമ്പിൾ. ഓക്കെ, സിംഗിൾ സ്റ്റാർ ആണ്. ദെൻ ഹൗ ക്യാൻ യു പ്രിപ്പയർ ഫ്രിയോൺസ് ഫ്രം CCl4? അതും ഡബിൾ സ്റ്റാർ ആണ് കേട്ടോ. ഫ്രിയോൺസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. മറ്റേ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ക്ലോറോഫ്ലോറോ കാർബൺസ് എന്ന് പറയുന്ന സെക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫ്രിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനും പിന്നെ ഫ്ലൂറിനും കാർബണും വരുന്ന ആൾക്കാരെയാണ് ക്ലോറോഫ്ലോറോ കാർബൺസ് അല്ലെങ്കിൽ ഫ്രിയോൺസ് എന്ന് വിളിക്കുന്നത്. CCl4 നിന്ന് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാനുണ്ട്, അതും കൂടെ നോക്കി വെച്ചേക്കാം. റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽസ്. ഇലക്ട്രോഫൈൽസിനും ന്യൂക്ലിയോഫൈൽസിന് എക്സാമ്പിൾ എഴുതണം. ഇലക്ട്രോഫൈൽ എന്താണ്? ഇലക്ട്രോൺസ് ലവ് ചെയ്യുന്ന ആൾക്കാർ പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയോഫൈൽസ് ലവ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് ചാർജ് ആണ്. പിന്നെ ലൂക്കാസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആൽക്കഹോൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ തിരിച്ചറിയാനാണ് ലൂക്കാസ് റിയേജൻറ്റ്. അൺഹൈഡ്രസ് സിംഗിൾ ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് HCl ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടർബിഡിറ്റി വന്നാൽ അത് ടെർഷ്യറി ആൽക്കഹോളാണ്. ദെൻ 5 മിനിറ്റ് കഴിഞ്ഞ് ടർബിഡിറ്റി വന്നാൽ അത് സെക്കൻഡറി ആൽക്കഹോളാണ്. ടർബിഡിറ്റി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൈമറിയാണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ. നമ്മൾ മെത്തനോളിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. മറ്റേ സൂക്രോസ് എടുക്കുന്നു, ആദ്യം ഇൻവെർട്ടേഴ്സ് വരുന്നു, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നു, പിന്നെ അതിൻ്റെ ഗ്ലൂക്കോസിനെ സൈമേസ് എത്തനോളാക്കും. അങ്ങനെ കിട്ടുന്ന എത്തനോൾ ഡീനാച്ചുറൽ സ്പിരിറ്റ്, പിന്നെ അത് കണക്ക് പിന്നെ നമ്മളുടെ വുഡ് സ്പിരിറ്റ്, അങ്ങനെ കുറേ എണ്ണമില്ലേ. അപ്പോൾ അതെല്ലാം നോക്കി വെച്ചേക്കണം കേട്ടോ. പിന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസിൻ്റെ ബോയിലിംഗ് പോയിന്റ്. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. സെയിം കാർബൺ ആണെങ്കിൽ ബ്രാഞ്ച് നോക്കുക, ബ്രാഞ്ച് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. മസ്റ്റാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആൽക്കഹോൾ 2 പേരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഡയലൂട്ട് HNO3യും കോൺസ്റ്റന്റ് HNO3. ഡയലൂട്ട് HNO3 ആണെങ്കിൽ ഓർത്തോയിലും പാരയിലും ഓരോന്ന് വരും.
കോൺസെൻട്രേറ്റ് HNO3 അല്ലെങ്കിൽ ഓർത്തോയിലും പാരയിലും ഒരുമിച്ച് വരും. ഇതൊക്കെ തന്നെയാണ് ബ്രോമിൻ വാട്ടറിന് ഒരു കേസും ഉണ്ട്. അവിടെയും ബ്രോമിൻ, ഓർത്തോ, പാര പൊസിഷനിലെല്ലാം വരും, മസ്റ്റാണ്. പിന്നെ ഇത് ബെൻസീൻ്റെ പ്രിപ്പറേഷനിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഫീനോൾ എടുത്തിട്ട് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സിങ്ക് ഓക്സിജനോട് റിയാക്ട് ചെയ്ത് പുറത്തു പോകും, പിന്നെ ബെൻസീൻ കിട്ടും. പിന്നെ ഈ റിയാക്ഷൻ ഇത് വില്യംസൺ സിന്തസിസ് ആണ്, ഈതറിനെ സിന്തസൈസ് ചെയ്യുന്നത്. പിന്നെ ഈ റിയാക്ഷൻ HI അഡിഷൻ ആണ്. HI അഡിഷൻ മസ്റ്റാണ്, ഒത്തിരി വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. HI അടിച്ചു വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് HI ആഡിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഓയുടെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ആണ് കട്ടാവുന്നത്. ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ കട്ടാവാൻ റൂളുണ്ട്, റൂള് നോക്കിയിട്ടേ ചെയ്യാം. ഓക്കെ, അതിൻ്റെ അടുത്തത് ക്യുമീൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ. ക്യുമീൻ എന്താണ്, ക്യുമീനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ക്യുമീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ബെൻസീൻ റിങ്, CH, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇതാണ് ക്യുമീൻ. ഈ ക്യുമീനിൽ നിന്ന് ഫീനോളിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്, ഓക്സിജൻ കൊടുത്ത്. പിന്നെ നമ്മളുടെ ഹൈഡ്രോളിസിസ് ഒക്കെ ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്. പിന്നെ എത്തനോൾ ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ മിഥോക്സി മീഥേൻ. എത്തനോൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ്, അത് ആൽക്കഹോളാണ്. ഓക്സി എന്ന് പറയുമ്പോൾ അത് ഈതറാണ്. അപ്പോൾ ആൽക്കഹോളിന് ഈതറിനെക്കാട്ടിയും കൂടുതലാണ്. ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്നാണ്. പിന്നെ അതിനകത്ത് വാട്ട് ഈസ് ആസ്പിരിൻ ആൻഡ് പ്രിപ്പറേഷൻ. ആസ്പിരിൻ എന്താണ്, അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്? ഇതാണ് ആസ്പിരിൻ, COOHOCOCH3. ഇതിനെയാണ് നമ്മൾ ആസ്പിരിൻ എന്ന് വിളിക്കുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ സാലിസിലിക് ആൽഡിഹൈഡിൽ നിന്ന്, സാലിസിലിക് ആസിഡിൽ നിന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ ആസ്പിരിനെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഡബിൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ഡബിൾ സ്റ്റാർ ആണ്, ലൂക്കാസ് റിയേജന്റ് ഡബിൾ സ്റ്റാർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ HI അഡിഷൻ, അത് ഡബിൾ സ്റ്റാർ ആണ്. പിന്നെ ഇതാണ് ക്യുമീനും ആസ്പിരിനും. ചിലപ്പോൾ സ്ട്രക്ചർ മാത്രമായിട്ടെങ്കിലും ചോദിക്കും. ഇത്രയും സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഒരുപാട് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഡബിൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നോക്കിയിട്ടേ പോകാവൂ. അപ്പം 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഈ 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. സാർ പഠിപ്പിച്ചതെല്ലാം ഞങ്ങൾക്ക് ചോദിച്ചു. നിങ്ങൾ 100% ഉറപ്പിച്ച് വെച്ചു ഈ 40 ക്വസ്റ്റ്യനകത്ത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഡബിൾ സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകും. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആക്കി നോക്കിയിട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് ആൻസർ ചെയ്തുകൊണ്ട് ഇത്രയും ഈ 40 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ്റെയും കൂടെ ആൻസർ ചെയ്ത് നമുക്ക് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ആൻസർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് കമൻറ്റ് ബോക്സ് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാം ആൻസർ ചെയ്ത് നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചേക്കാം. 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന, 50-ന് മുകളിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന 40 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.